ഹായ്, എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ? ഇതാണ് ചെയിൻ പുള്ളർ. 1 ടൺ കപ്പാസിറ്റി ഉള്ള പുള്ളറാണ്. നമ്മൾ ചെയിൻ വർക്ക് ചെയ്യുന്നവരും ഫെൻസിങ്ങിന്റെ ജോലി ചെയ്യുന്നവരൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് പുള്ളർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പുള്ളർ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല, അത് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ കയ്യിൽ പുള്ളറുണ്ട്. 1500 പുള്ളർ നമ്മളിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളറുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന്, പുള്ളറിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അടിപൊളി വീഡിയോ കേട്ടോ. സ്കിപ്പ് ചെയ്ത ഫുള്ള് കാണണേ. അപ്പോൾ നമ്മൾ ഈ പുള്ളർ വരുന്നത് ഇതുപോലൊരു പാക്കറ്റിലാണ് കേട്ടോ. 1 ടണ്ണിന്റെ കപ്പാസിറ്റി ഉള്ള പുള്ളറാണ്. ഇതുപോലൊരു പാക്കറ്റിലാണ് വരുന്നത്. നമുക്ക് ഇതിനെ പൊട്ടിച്ച് നമ്മൾ ഇതിനകത്തു നിന്നാണ് ഈ ഒരു പുള്ളർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതാണ് സാധനം. അപ്പോൾ നമ്മുടെ ഈ പുള്ളറിൽ 2 ഭാഗങ്ങളുണ്ട്. ഇത് കണ്ടോ, ഈ 2 ക്ലിപ്പുകളാണുള്ളത്. ഈ 2 ക്ലിപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി 2 ഭാഗത്ത്, അതായത് ടൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സൈഡിൽ നമ്മൾ ലെങ്ത്തിൽ പോകുന്ന ഭാഗത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം പുള്ളർ പ്രസ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴേക്ക് അത് ടൈറ്റായിട്ട് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മറു സൈഡിലേക്കുള്ള 2 പോയിന്റ് ഉണ്ടാവും. ഇതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടോ, ഇതിലൊരു ലോക്കും അൺലോക്കും ഉണ്ട്. ഇതിപ്പോൾ നിലവിൽ ഇത് ലോക്കാണ്. അപ്പോൾ ഈ ലോക്കിനെ പതിയെ ഈ സ്പ്രിങ്ങിനെ നമ്മൾ ബാക്കിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വലിച്ച് നീട്ടാനായിട്ട് കഴിയും. അതിന് ജസ്റ്റ് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വലിച്ച് നീട്ടാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. 1 ടൺ വരെയുള്ള മെറ്റീരിയൽ നമുക്ക് ഇതിനകത്ത് പുള്ള് ചെയ്ത് ടൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. 1690 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പാൻ ഇന്ത്യ ഡെലിവറി നമുക്കുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞു.